രക്ഷാപ്രവർത്തനത്തിലോട്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സൂപ്രണ്ട് മാധ്യമങ്ങളെ കാണുന്നതിലേക്ക് ഫയർ ഫൈറ്റിങ്ങിൻ്റെ ആൾക്കാർ വന്നു. അതുപോലെ 11:15 ആകുമ്പോൾ വാസവൻ മിനിസ്റ്ററും അതിനുശേഷം ഉടൻ തന്നെ മിനിസ്റ്റർ വന്നായിരുന്നു. ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഓർഡർ ഇട്ടായിരുന്നു. എന്നിട്ട് ഇവിടെ തുടങ്ങുകയും ചെയ്തു. ഫയർ ഫൈറ്റിംഗ് 11:03 വന്നായിരുന്നു, 11:03. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഓരോ മുറികളിൽ നിന്ന് അകത്തുനിന്ന് തന്നെ ആൾക്കാരെ അതിൻ്റെ അകത്ത് പെട്ട 2 പേരെ ഉടനെ മാറ്റിയായിരുന്നു. ഈ ഒരു പറഞ്ഞ പേഷ്യൻ്റ് ഇതിൻ്റെ അകത്തായിരുന്നു. പേഷ്യൻ്റ് അല്ല, അവർ ഒരു ബൈസ്റ്റാൻഡർ ആയിരുന്നു. ഈ 2 പില്ലേഴ്സിൻ്റെ ഇടയിലായിരുന്നു. അപ്പോൾ ഒരുപാട് റൂബിൾസ് അതിൻ്റെ മേളിലുണ്ടായിരുന്നു. അപ്പോൾ JCB ഒരു ഏകദേശം 11:30 കഴിഞ്ഞ ഉടനെ എത്തിയായിരുന്നു. 2 JCB വന്നായിരുന്നു. ആ JCB റൂബിളൊക്കെ മാറ്റിയ ശേഷമാണ് ഈ പില്ലറിൻ്റെ ഇടയിൽ നിന്ന് ഇവർ അകപ്പെട്ടിരുന്നത് അവരെ മാറ്റുകയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത്രയാണ് രാവിലത്തെ കാര്യങ്ങൾ സംഭവിച്ചത്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് എല്ലാം 2 മന്ത്രിമാരും നേതൃത്വം വഹിച്ചായിരുന്നു. അപ്പോൾ അവിടെ ഒരു ആൾ കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും അവിടെ നിന്ന് മാറിയതും. രക്ഷാപ്രവർത്തനത്തിന് ഫുള്ളായിട്ട് സപ്പോർട്ട് എൻ്റയർ ടീം, ഫയർ ഫൈറ്റിംഗ് ഉൾപ്പെടെ, നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ ഉൾപ്പെടെ, ഇവിടുത്തെ പ്രവർത്തകരുൾപ്പെടെ എല്ലാവരും അതിൻ്റെ പിറകിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഏകദേശം 10 മിനിറ്റ് കൊണ്ട് ഏകദേശം 120 പേഷ്യൻ്റ് ആ 2 ഫ്ലോറിലുള്ള പേഷ്യൻസിനെ മാറ്റിയായിരുന്നു. 330 പേഷ്യൻസാണ് ഇപ്പോൾ മൊത്തത്തിൽ ഈ ബ്ലോക്കിലേക്ക് മാറ്റിയിട്ടുള്ളത്. സാർ, അറിയേണ്ട ഒരു കാര്യം, അവിടെ ഏതെങ്കിലും തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നോ എന്നുള്ളതിലൊരു വിശദീകരണം നൽകാമോ? സൂപ്രണ്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയും.